എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നാസൽ സെപ്റ്റൽ ഡീവിയേഷൻ അല്ലെങ്കിൽ NSD എന്ന വിഷയത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അലർജി ഉള്ളവരോട് ഡോക്ടേഴ്സ് പറയുന്നതാണ് നിങ്ങൾക്ക് പാലത്തിന് ബെൻഡുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യണം, അതാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഈ മൂക്കിൻ്റെ ബെൻഡ് എന്ന് പറയുന്നത്? ഈ ബെൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാലത്തിൻ്റെ വളവ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ പ്രോബ്ലമാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ഫങ്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എയർ സർക്കുലേഷനെ ഇത് ഡിസ്റ്റർബ് ചെയ്യത്തില്ല. കാരണം ഇത് ഷേപ്പിൽ വന്ന ഡിഫോമിറ്റിയാണ്. ഇത് നമുക്ക് ലുക്കിന് മാത്രമേ ബാധിക്കുകയുള്ളൂ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ഷേപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മൂക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ നടുക്കൊരു ബ്രിഡ്ജും 2 ഹോളുമായിട്ടാണ്. ഇത് കഴിഞ്ഞാൽ പിന്നീട് ഒറ്റ ഹോളേ ഉള്ളൂ. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഒരു ലുക്കിനും അതേപോലെ ഈസി ആയിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് വെച്ച് 2 ഹോള് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീവിയേഷൻ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടുക്കത്തെ ബ്രിഡ്ജിന് മാത്രമാണ് ഡീവിയേഷൻ വരുന്നത്. ഔട്ടർ ലൈൻ എന്ന് പറയുന്നത് സെയിം ആണ്. ഔട്ടർ ഒരു വ്യത്യാസവും വരുന്നില്ല. ഇന്നർ ബ്രിഡ്ജ് മാത്രമാണ് ബെൻഡ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ബെൻഡ് ആവുന്നത്. ഇപ്പോൾ ഒന്ന് നോക്കിയേ, ഈ നടുക്കത്തെ ബ്രിഡ്ജ് ഒരു സൈഡിലോട്ട് ലെഫ്റ്റിലോട്ട് ബെൻഡായി എന്നിരിക്കട്ടെ. ബെൻഡായാൽ ഇപ്പോൾ എന്ത് സംഭവിക്കും? ഈ ലെഫ്റ്റിലെ ഹോള് ചെറുതാവും, അപ്പം റൈറ്റിലെ ഹോള് വലുതായില്ലേ? അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കാറ്റ് കയറി ഇറങ്ങുക എന്നുള്ളതാണ്. ഈ കാറ്റ് കയറി ഇറങ്ങുന്നതിന് ഇതൊരു തടസ്സമാണോ? അല്ല. ഇനി തിരിച്ചോ, റൈറ്റിലോട്ട് ബെൻഡായി എന്നിരിക്കട്ടെ. റൈറ്റിലോട്ട് ബെൻഡായി റൈറ്റിലെ നോസ് ചെറുതാവും, അപ്പം ലെഫ്റ്റിലെ വലുതാവും. അപ്പോൾ കാറ്റ് കയറി ഇറങ്ങുന്നതിന് ഈ ബെൻഡ് ഒരു തടസ്സമല്ല. അല്ലെങ്കിൽ പിന്നെ തടസ്സം വരും. എങ്ങനെയാ? ഇങ്ങനെ യു ഷേപ്പിൽ വളഞ്ഞിരിക്കണം. അങ്ങനെ ആരുടെയും മൂക്ക് വളയാറില്ല. ഒന്നില്ലെങ്കിൽ C ഷേപ്പ് അല്ലെങ്കിൽ S ഷേപ്പിലുള്ള കർവ്സുകൾ മാത്രമേ വരാറുള്ളൂ. ഇങ്ങനത്തെ ബെൻഡുകളൊന്നും തന്നെ നമ്മുടെ മൂക്കിൻ്റെ ഫങ്ഷന് യാതൊരു വിധത്തിലും ഫങ്ഷന് ഡിസ്റ്റർബ് ചെയ്യില്ല. മറിച്ച് ലുക്കിന് വ്യത്യാസം വരും. ഇപ്പം ഓരോരുത്തരുടെ മൂക്കിന് ബെൻഡുള്ളവരെ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ മൂക്കിന് ബെൻഡുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? സെപ്റ്റോപ്ലാസ്റ്റിയോ പ്ലാസ്റ്റിക് സർജറിയോ ഒക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ബെൻഡ് ക്ലിയർ ചെയ്യാം. അത് കുഴപ്പമില്ല, ലുക്കിന് നല്ലതാണ്. എന്നാൽ ഫങ്ഷനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മൂക്കിന് ബ്ലോക്കും മൂക്കിന് തടസ്സം, ജലദോഷം, സൈനസൈറ്റിസ്, മൈഗ്രെയിൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ബെൻഡല്ല, മറിച്ച് ഇവിടെ ഒരു അഡിനോയിഡ് ഗ്രന്ഥിയുടെ ടർബിനോയിഡ് ഇരിപ്പുണ്ട്. ഈ ടർബിനോയിഡ് ഇൻഫെക്റ്റഡ് ആയിട്ട് ഇത് വീർത്ത് വന്ന് ഇവിടെ ഈ സ്പേസ് ഫില്ലാവുന്നതാണ് നിങ്ങളുടെ മൂക്കിൻ്റെ തടസ്സം എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അപ്പം മൂക്കിൻ്റെ ഫങ്ഷനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഈ അഡിനോയിഡ് ഗ്രന്ഥിയാണ്. എന്നാൽ പാലത്തിൻ്റെ ബെൻഡ് ഒരിക്കലും നിങ്ങളുടെ മൂക്കിൻ്റെ ഫങ്ഷനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഡോക്ടേഴ്സ് നിങ്ങളോട് പറയും നിങ്ങൾക്ക് ബെൻഡുണ്ട് എന്ന് പറഞ്ഞ് എളുപ്പത്തിൽ പറഞ്ഞു വിടും. വാസ്തവത്തിൽ അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ബെൻഡ് നിങ്ങളുടെ മൂക്കിൻ്റെ ഫങ്ഷനെ യാതൊരു വിധത്തിലും തടസ്സപ്പെടുത്തുന്നില്ല. അത് സ്ട്രക്ചറൽ ഡിഫോമിറ്റിയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിവർത്താം, നിങ്ങളുടെ ലുക്ക് കറക്റ്റ് ആക്കാം, കറക്റ്റ് ആക്കാതിരിക്കാം. പക്ഷെ നിങ്ങളുടെ അഡിനോയിഡിൻ്റെ ഡിസ്റ്റർബൻസ് നിങ്ങൾ ക്ലിയർ ചെയ്താൽ ഈ ബെൻഡ് അവിടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മൂക്കിൻ്റെ ഫങ്ഷൻ സ്മൂത്ത് ആവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൂക്ക് കൊണ്ടുണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, തുമ്മൽ, സൈനസൈറ്റിസ്, മൈഗ്രെയിൻ, കണ്ണ് ചൊറിച്ചിൽ, ചെവി ചൊറിച്ചിൽ, തൊണ്ട കുത്തിയുള്ള ചുമ, കഫക്കെട്ട്, ശ്വാസം മുട്ടൽ, ഈ വക ഡിസ്റ്റർബൻസുകളെല്ലാം നിങ്ങൾക്ക് ഈ മൂക്കിൻ്റെ ഡിസ്റ്റർബൻസ് കറക്റ്റ് ചെയ്താൽ മാറിക്കിട്ടും. മൂക്കിൻ്റെ ബെൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട് എന്ന് പറയുന്ന ധാരാളം പേരെ നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. മൂക്കിൻ്റെ ബെൻഡ് എന്ന് പറയുന്നത്, പാലത്തിൻ്റെ ബെൻഡ് എന്ന് പറയുന്നത് തികച്ചും ഒരു സ്ട്രക്ചറൽ ഡിഫോമിറ്റിയാണ്. അത് ഫങ്ഷണൽ അല്ല. മൂക്കിൻ്റെ പ്രവർത്തനത്തെ യാതൊരു വിധത്തിലും അത് തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം.